ഇന്നൊരു അടിപൊളി ഷാപ്പിലെ മീൻ കറി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് പുളി ഇട്ട് നന്നായി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പുളി നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ വാങ്ങി വെക്കാം. അടുത്തതായി അടുപ്പിൽ വെച്ചിരിക്കുന്ന ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമുക്കൊന്ന് ചൂടാക്കാം. അങ്ങനെ തിളച്ച എണ്ണയിലേക്ക് കുറച്ച് കടുക് ആദ്യമേ ഇട്ടു. രണ്ടാമതായി കുറച്ച് ഉലുവയും കൂടി ഇടാം. അങ്ങനെ ഉലുവയും കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും നമുക്ക് ഇതേപോലെയൊക്കെ നീളത്തിൽ കീറിയ ഇഞ്ചിയും നമുക്ക് എണ്ണയിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ പീസാക്കിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ളിയോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നീളത്തിലരിഞ്ഞ പച്ചമുളകും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായി ഇതിനൊന്ന് ഇളക്കി നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി ഈ വഴറ്റിയതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുളകും മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിന് തക്കാളി നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അന്നേരമാണ് കറക്റ്റ് ഗ്രേവി നല്ല തിക്കായിട്ട് റെഡിയാവുന്നത്. ഇളക്കിയ ഗ്രേവി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഒരു 5 മിനിറ്റ്. അങ്ങനെ നമുക്കിത് കറിക്ക് വേണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ ആദ്യമേ റെഡിയാക്കിയ പുളിവെള്ളം ഈ ഒരു മിശ്രിതത്തിലേക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണേ. അടുത്തതായി കഴുകി പീസാക്കി വെച്ചിരിക്കുന്ന അയലമീനാണ്. അത് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇടാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു തവി വെച്ചിങ്ങനെ ജസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ പുളിവെള്ളമൊക്കെ ഒന്ന് പിടിച്ച് റെഡിയാവുന്നുണ്ട്. അടുത്തതായി ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്യുന്നത് ഈ മീൻ അഥവാ ഈ കറിയുടെ മുകളിലേക്ക് പൊങ്ങിക്കിടക്കുന്നതില്ലയോ അതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആ മീൻ ചാറിലേക്കൊന്നാക്കി അതിൻ്റെ ആ ഗ്രേവിയൊക്കെ പിടിക്കുന്ന രീതിയിൽ അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അങ്ങനെ നന്നായി തിളച്ച ഈ മീനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിനുശേഷം ആവശ്യത്തിന് ഉലുവ പൊടിച്ചതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അങ്ങനെ ഷാപ്പിലെ മീൻ കറി നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. ആ പുളിയൊക്കെ ഇത്രയും തന്നെ വേണം നമുക്ക്. ഈ പറഞ്ഞ ചേരുവകൾ ഇതേപോലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ഷാപ്പിലെ മീൻ കറി അതേപോലൊക്കെ തന്നെ നമുക്ക് വീട്ടിലും വളരെ എളുപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.